വേണ്ടിവരും. അത് ഇവിടെ ജനറൽ ആശുപത്രിയിൽ നടക്കുന്നു. ഇതിനിടയ്ക്ക് റോഷിബാൾ പാലക്കാട് BJP പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിലെ കോലം കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ പ്രതിഷേധം. രാഹുലിന്റെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധം. രാഹുലിനെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ഒടുവിൽ കോലം കത്തിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ. റോഷിബാൽ പറയാം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഏറെ വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്കിറക്കും. പക്ഷേ ഇവിടെ ഇപ്പോഴും DYFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. പോലീസും സജ്ജരാണ്. കടുത്ത പ്രതിഷേധമാണെങ്കിൽ ബലം പ്രയോഗിച്ച് അവരെ മാറ്റും. നേരത്തെ വാഹനത്തിൽ പ്രതിഷേധിച്ച DYFI പ്രവർത്തകരെ മാറ്റിയതാണ്. ഇപ്പോൾ പോലീസ് ജീപ്പിന്റെ ഇരുഭാഗത്തുമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു വലയം തീർത്തിട്ടുണ്ട്. പ്രതിഷേധം വാഹനത്തിന്റെ മുന്നോട്ടേക്കുള്ള പോക്കിന് തടസ്സമാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനിയേറെ വൈകില്ല വൈദ്യപരിശോധന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുക. ഏതാണ്ട് 12 മണിയോടെ അവിടെ എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചത്. അല്പസമയത്തിനകം പുറത്തേക്കിറക്കും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇവരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല. തൽക്കാലത്തേക്ക് ഒരു പിന്മാറ്റമായി ഇതിനെ കാണേണ്ടി വരും. അങ്ങനെ വൈകാരികമായി തന്നെ അവർ പ്രതിഷേധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് ഈ 2 യുവജന സംഘടനകളും ജനറൽ ആശുപത്രി വളപ്പിൽ ശക്തമായ പ്രതിഷേധം. മണിക്കൂറുകളോളം ആ പ്രതിഷേധം നീണ്ടുനിന്നതാണ്. അത് ഒരു ഘട്ടത്തിൽ സംഘർഷത്തിലേക്ക് കടന്നതാണ്. പിന്നീട് പോലീസ് നിയന്ത്രിച്ചു. പോലീസ് DYFI നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ സംസാരിച്ചിട്ടും അവർ പിൻവാങ്ങിയിട്ടില്ല. തൽക്കാലത്തേക്ക് ഒരു പ്രതിഷേധം അവസാനിപ്പിച്ചു. മുൻഭാഗത്തൊക്കെ അവർ പല ഭാഗങ്ങളായി നിൽക്കുന്നുണ്ട്. 2 വഴിയിലൂടെ വേണമെങ്കിൽ പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകാം. ആ 2 വഴിയിലും പോലീസ് വാഹനം സജ്ജമാണ്. ഇവിടെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ മറ്റൊരു വഴിയിലൂടെ പോകാൻ ആ ഭാഗത്തും 2 പോലീസ് വാഹനം സജ്ജമാണ്. തൊട്ടിപ്പുറത്ത് പ്രധാന വഴിയിലും സമാനമായി 4 പോലീസ് വാഹനങ്ങൾ സജ്ജമായിട്ടുണ്ട്. കനത്ത പോലീസ് സുരക്ഷയാണ് ഇപ്പോൾ ജനറൽ ആശുപത്രി പരിസരത്തുള്ളത്. സമാനമായി തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിലും സുരക്ഷയുണ്ട്. കാരണം വളരെ പ്രധാനമാണ്. MLA ആണ്. പ്രതിഷേധം അതിരുകടന്നാൽ ഏതെങ്കിലും തരത്തിൽ കൈവിട്ടുപോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം. ഏതാണ്ട് ഒരാഴ്ചക്കപ്പുറത്ത് നിയമസഭാ സമ്മേളനമുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിലാണ് ഇങ്ങനെ ഒരു അറസ്റ്റ്, ലൈംഗിക പീഡന കേസിൽ ഒരു MLA അറസ്റ്റിലാകുന്നതും. പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘം പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ അർദ്ധരാത്രിയോടെ പാലക്കാട്ട് KPM ഹോട്ടലിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് നേരെ പത്തനംതിട്ടയിലേക്ക് എത്തിക്കുകയും